ഇന്നാണ് സുൽത്താൻ ബത്തേരിയിൽ ഒരു ക്യാമ്പ് തുടങ്ങിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള തന്ത്രങ്ങൾ മെനയാനാണ് കോൺഗ്രസ് നേതൃ ക്യാമ്പ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ തുടങ്ങിയത്. പിന്നെ സ്വരങ്ങൾ ഒഴിവാക്കി അച്ചടക്കത്തോടെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനാണ് ക്യാമ്പിൽ തീരുമാനമെടുക്കുക. സ്വയം സ്ഥാനാർത്ഥിത്വം ആരും കയറി പ്രഖ്യാപിച്ച് കളയരുതെന്ന് ഇന്ന് രാവിലെ തന്നെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരോട് പറഞ്ഞു. ഇത് പലരെയും മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം KC ഇക്കാര്യം പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന്റെ ആത്മവിശ്വാസവുമായാണ് കോൺഗ്രസ് നേതൃത്വം ബത്തേരിയിലെ ലക്ഷ്യ 2026 ലീഡർഷിപ്പ് സമ്മിറ്റിൽ സംഗമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തന്ത്രങ്ങൾക്ക് രൂപം നൽകുക, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സമഗ്രമായ അവലോകനം എന്നിവയാണ് 2 ദിവസം നീളുന്ന ക്യാമ്പിന്റെ അജണ്ട. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്ന മുതിർന്ന നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഉദ്ഘാടന പ്രസംഗം. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതല്ല. ആ തീരുമാനം വരുന്നതുവരെ നമ്മളാരും ഇന്നയാൾ സ്ഥാനാർത്ഥികളാവും അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാവും എന്നുള്ള സ്വയം പ്രഖ്യാപനം നടത്തണ്ട എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം നമുക്കെല്ലാവരോടും പറയാനായിട്ടുള്ളത്. നമ്മൾ പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള സാഹചര്യങ്ങളെ കാത്തിരിക്കുക, അതിനുവേണ്ടി നിൽക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കളും സംസാരിച്ചു. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഘടകകക്ഷികളുമായുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പരമാവധി സമുദായ സംഘടനകളെ പിന്തുണ സമാഹരിക്കണമെന്ന് K മുരളീധരൻ പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം സംഭവിച്ചതുപോലെ അമിത ആത്മവിശ്വാസം വിനയായി മാറരുതെന്ന് കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മുന്നറിയിപ്പ് നൽകി. 3 മേഖലകളായി തിരിഞ്ഞുള്ള അവലോകനത്തിലും നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുണ്ടായി. BJP വളർച്ച ഗൗരവത്തോടെ കാണണമെന്നായിരുന്നു ഓർമ്മപ്പെടുത്തൽ. CPIM-ന്റെ സംഘടനാ സംവിധാനത്തെ വിലകുറച്ച് കാണരുതെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ചകളൊന്നും ഉണ്ടായില്ലെങ്കിലും 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 20 പുറത്തിറക്കാനാണ് ധാരണ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസം വരെ സ്ഥാനാർത്ഥി നിർണയം നീട്ടിക്കൊണ്ടുപോകുന്നതായിരുന്നു കോൺഗ്രസിലെ പഴയ പതിവ്. 10 കൊല്ലത്തെ അധികാരനഷ്ടം കോൺഗ്രസിനെ പുതിയ പല പാഠങ്ങളും പഠിപ്പിക്കുകയാണ്. അതിന് തെളിവാണ് കോൺഗ്രസ് നേതൃ ക്യാമ്പിലെ തീരുമാനങ്ങൾ. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം R. ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.